സമയം കൊറേ വൈകിയല്ലേ? കൊറേ വൈകും. മാങ്ങ വറുക്കാൻ പോയിട്ട് 2 മാങ്ങ വറുക്കാൻ പോയിട്ട് കൊറേ വൈകും. ഇതാ കിട്ടിയ മാങ്ങ ഇതാ അല്ലേ? ഇളമാങ്ങയോ? പച്ചാർക്ക മാങ്ങ, കപ്പക്കായ മാങ്ങ. നമ്മ ഇങ്ങോട്ട് ഇളമാങ്ങാന്ന് പറയില്ല. പച്ചാർക്ക മാങ്ങ പറയും, കപ്പക്കായ മാങ്ങ. ഇത് നല്ലതേ എടുത്തിട്ടോട്ടാ. ഇത് നമുക്ക് പഴയ മോഡല് ഉപ്പിട്ടിട്ട് പുഴുങ്ങ. പുഴുങ്ങ. അമ്മേനെ മുമ്പ് ഇങ്ങനെ പുഴുങ്ങിട്ടല്ലേ ഈ മാങ്ങ പുഴുങ്ങല്. ഈ ഇളമാങ്ങ നല്ല ടേസ്റ്റാണ്. ചക്ക വന്നിട്ടുണ്ടല്ലോ. മോശമാണ് അല്ലേ? അതിലൊന്നുമില്ല. കുണ്ടും കുയ്യാണ്. നടക്ക് ചക്ക മോളുണ്ട്. ചുറ്റാങ്കുടി. നോക്കണേ, ശ്രദ്ധിക്കണേ. നമ്മളൊരു ഊട് വഴിയാണ്. കൈ പിടിക്കണ ഇത് എളുപ്പാ. നമ്മുടെ കയ്യിൽ വന്നു. അപ്പുറത്തെ നല്ല വഴിയുണ്ട്. ഇതെല്ലാം ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ്. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ പറഞ്ഞ പോലെ. ഏതാ നമ്മള് ഇവിടെ അങ്ങ് എത്തണം. ഇന്നെ പോണം അല്ലേ? താഴോട്ട് പോണം. വാ വാ വാ. മഴ വന്ന ഇതിലേക്കൂടെ എല്ലാം വെള്ളം. പാമ്പ് ഇനി ഉണ്ടാവില്ല. വരണ്ടായിരുന്നു അല്ലേ? എളുപ്പവഴി പറഞ്ഞിട്ട് വന്നതാ. ശ്രദ്ധിച്ചോണേ. ഇതാ കാട്ടുമുന്തിരിങ്ങ. കാട്ടുമുന്തിരിങ്ങ ഉണ്ട്. കാട്ടുമുന്തിരിങ്ങ ഇത് സാധനം കാട്ടുമുന്തിരി കൊറേ ഉണ്ടല്ലോ. കൊറേ ഉണ്ട്. ചിലവര് അച്ചാറാക്കാന്ന് പറയുന്നുണ്ടായി. ഒന്നാമത് സംഭവം അറിയില്ലല്ലോ. ആർക്കെങ്കിലും അറിയാമെന്ന് കമന്റ് ചെയ്തു. കാട്ടുമുന്തിരി കൊണ്ട് അച്ചാറാ അങ്ങനെ പറയുന്നത്. ഈ മുന്തിരിയാ അവിടെ തന്നെ നിന്നോട്ടാ. നോക്കണേ. വീണങ്ങ കൊക്കയിലേക്ക് നോക്കണേ. ഇന്ന് ഇറങ്ങും. നോക്കണേ. ഇതെല്ലാം നമ്മുടെ സ്ഥലം. കൈ പിടിക്കാ. കൈ പിടിക്കണ. എന്നെ വിളിച്ചിടുവാ. വള്ളിയില്ല. അതേനെ വള്ളി കുടി. വള്ളിയല്ല, അതൊരു പാറ. നമ്മളെ വീടെത്തിട്ടാ. അങ്ങനെ നമ്മളെ വീടെത്തി. ഇനി വേഗം പോയിട്ട് മാങ്ങ നല്ല വൃത്തി കഴുകിയിട്ട് ഉപ്പിലിട്ടിട്ട് പുഴുങ്ങണം കേട്ടോ. ഇത് കൊറേ കാലം അങ്ങനെ പുഴുങ്ങി തിന്നത്. മുമ്പ് അമ്മയിലാക്കി തന്ന ഓർമ്മയില്ല. അതുകൊണ്ടാ ഈ മാങ്ങ വറക്കാൻ പോയി. എന്താ കളറ് അല്ലേ? വെള്ളാക്ക് വൃത്തി കഴുകി. ഈ മാങ്ങക്ക് നിങ്ങളുടെ നാട്ടിൽ എന്നാ പേരൊന്നും പറഞ്ഞു കേട്ടോ. നമ്മളിങ്ങോട്ട് ഇളമാങ്ങാന്ന് പറയും. ഇവിടെ ആരെല്ലാം കണ്ടകാലം 15 കൂട്ടിയാൽ പറഞ്ഞാൽ ഇനി കപ്പക്കായ മാങ്ങ, ചക്കര മാങ്ങ. ഇത് ഇളം പച്ച ആയാലും തിന്നാൻ നല്ല ടേസ്റ്റാണ് അല്ലെ? ഇളങ്ങനെ മൂത്താല് ശരിക്കും പറഞ്ഞാൽ ഈ മാവ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാവാണ്. നമ്മളെ കണ്ടങ്ങാളിലുണ്ടല്ലോ. നമ്മളങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായ മാവായത് ഇളമാവ്, ഇളമാങ്ങി. നമ്മളെ പലേരി തറവാട്ടിലെ ഗൗരമ്മേന്റെ കൊറേ മാങ്ങ. നമ്മളിങ്ങോട്ട് ഇല്ല. ഈ മാവേ അപൂർവമായി. ഇപ്പൊ മാവേ അപൂർവമായി. മാങ്ങി അപൂർവമായി. എന്തോ മേലെ ഒരു മാവുണ്ടായി. അത് ലക്കിന് കിട്ടിയതാണ്. ആദ്യണ്ട് പറഞ്ഞില്ലേ ഏതാ സ്ഥലം. എന്റെ വീടിന്റെ നല്ല വൃത്തി കഴുകി റെഡിയാക്കിയിട്ടുണ്ട്.
മൊത്തം കുടിക്കട്ടെ. മൊത്തം കുടിച്ചിട്ട് ഇങ്ങനെ കീറിയെടുക്കണം. നല്ല അതിന്റെ ഉള്ളിൽ ഉപ്പെല്ലാം കയറൂലോ, അതാണ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വെള്ളം അല്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുപ്പ് കത്തിക്കണം. അങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്, അടുപ്പ് വെച്ച് കൊടുക്കാം. അയ്യോ, എന്തായി എന്തായി ബന്ധുത്തയാ? മഴയുണ്ട് കേട്ടാ, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലമായി അല്ലേ ശരിക്കും? കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ, നോക്കട്ടെ. അയ്യാ ബന്ധുവാ, നല്ല മണമുണ്ടല്ലേ ബന്ധതിന്റെ? ഇടിമുട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏട്ടൻ കടയിൽ പോവാൻ കഴിഞ്ഞതാണ്, തിന്നോക്കറാ. പഴയ മോഡൽ പൂങ്ങിയതാണ്, ഉപ്പിട്ടിട്ട് തോലോടെ കടിച്ചു തിന്നാ രസമുണ്ടാവും. നല്ല രസമുണ്ട്. രസമല്ലേ? രസമുണ്ട്. മുമ്പ് ഇതേപോലെ അമ്മേനെ ആക്കി തരുന്നല്ലേ? ആക്കാതെ കുറെ കാലമായി. ഞാടെ പോന്ന് ഞാൻ മുടിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഏട്ടനെ വൈക്ക് കണ്ടു. അപ്പോൾ തറവാട്ടിലേക്ക് അമ്മ ആക്കിയെടുത്തിട്ട് പോയായിരുന്നു കേട്ടോ, അവിടെ നിന്ന് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട്. ഓ നക്ഷൂടെ ഇല്ലേ, നക്ഷോ അടിപൊളി സാധനം, അടിപൊളി സാധനം. വാ 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 വാ. എന്നാ അറിയാമോ ഇത്? ഇതെന്നാ അറിയാം? പുഴുങ്ങിയ മാങ്ങ. എന്താ നല്ല മണമില്ലേ? പുഴുങ്ങിയ മാങ്ങ, മാങ്ങ പുഴുങ്ങിയത്. ആ അച്ഛൻ തിന്ന പുഴുങ്ങിയ മാങ്ങയാ, പുഴുങ്ങിയത് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയത്. ഇളമാങ്ങ. ആ മുമ്പെല്ലാം പൂങ്ങല്ലേ എങ്ങനാ? അങ്ങനെ അമ്മയും വരുന്നുണ്ട്. അമ്മേ ഇളമാങ്ങ പുഴുങ്ങിയത്. അമ്മ മുമ്പെല്ലാം നമുക്ക് ആക്കി തരുന്നല്ലേ? അമ്മക്ക് വച്ചത് ആക്കി തരാൻ കഴിച്ചു. ഇല്ലമ്മേ മാങ്ങ ഇതാ ഇതേപോലെ ആക്കല്ലേ? ആ പിന്നെ അതിന്റെ ഓർമ്മയില്ല എനിക്ക്. അച്ഛാ എടുക്കറാ, ഉപ്പിട്ടായോണ്ട് പ്രശ്നമില്ല, പുഴുങ്ങിയല്ലേ? ഓക്കെ അമ്മ എടുക്കറാ, എടുക്ക്. നക്ഷു നേരത്തെ കൊടുത്തു. അതെയാ, നേരത്തെ കൊണ്ട് കൊടുത്താൽ മതി. നേരത്തെ വരുന്നില്ല. തിന്നോക്കിയാ അച്ഛാ, ഒരു കഷ്ണം തിന്നോക്കറാ. രസമുണ്ടമ്മേ? പഴയ മോഡലില്ലേ? രസൂല അച്ഛാ? ലത സുണ്ടാ നക്ഷു വൈകെ നക്ഷു കണ്ടങ്ങളിക്കാർക്ക് അറിയില്ലേ? പൈനൂറുകാർക്ക് ഇത് അറിയതാണ്. ഞാൻ അങ്ങനെ പറയാന്നല്ലേ, പൈനൂറുകാർക്കെല്ലാം അറിയും. പൈനൂര് നമ്മൾ എല്ലാവർക്കും അറിയും, നമ്മൾ ഇങ്ങോട്ടില്ല എല്ലാവർക്കും അറിയും ഇതെല്ലാം. ഇത് വയറ്റ് പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ തിന്നാലേ, വയറ്റ് കുഴപ്പം ഉണ്ടാവില്ല പുഴുങ്ങി തിന്നാലേ ഉപ്പിട്ടിട്ടേ. മുമ്പ് ഒരുപാട് മാങ്ങ ഉണ്ടാവുന്നില്ല ഇളമാങ്ങയിലും, അതുകൊണ്ട് എല്ലാം മാങ്ങാച്ചിയിലാക്കലില്ല. മാങ്ങാച്ചി എന്നല്ല പറയും അല്ലേ? പാളിയിലല്ല തടിയിട്ട് അല്ല സാ? ആ മാങ്ങാച്ചി, ഇങ്ങനെ മാങ്ങാച്ചി എന്നാ പറയല്. ഇതെടുത്തിട്ട്
ഇതിന്റെ മാംസമില്ലേ അത് ഇങ്ങനെ പാളയിൽ തടി വെക്കും, ചിലവർ പായി തടി വെക്കും, എന്നിട്ട് ഉണക്കിയെടുക്കും. ഉണക്കിയിട്ട് നല്ല ഇതാക്കി എടുക്കും, എന്നിട്ട് മഴക്കാലത്ത് എടുത്ത് തിന്നും. അല്ലമ്മേ? ഇഷ്ടപ്പെട്ടിട്ടേ? ഇവക്ക് അറിയില്ലല്ലോ. പായില്ലേ? വായില് ഉറച്ചിട്ട് അവിടെ മേലിൽ വെച്ച് ഉണക്കി നല്ല കണ്ടിച്ചേക്കണം. എന്തെങ്കിലും പൊളിച്ചിങ് എടുത്തിട്ട് നല്ല പാത്രത്തിൽ പുതിയ പാത്രത്തിലാണ് ഇട്ടിട്ട് വെച്ചാൽ മതി. എന്നാ ഇവരെല്ലാം തിന്നുന്നുണ്ട്, അപ്പൊ ഞാനൊന്ന് എടുത്ത് തിന്നട്ടെ. അച്ഛനെ കൊതിയായി, അച്ഛനെ കൊതിയായി. ഇതാ 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 എല്ലാവർക്കും ഉണ്ടതാ. ഒന്നും പറയാനോ സമയം സൂപ്പർ.